സ്പെയിനിലെ മലാഗായിൽ ഒരു അമേരിക്കൻ പുരോഹിതനെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. ജസ്യൂട്ട് സമൂഹാംഗമായ ഫാദർ റിച്ചാർഡ് ഗ്രോസിനെയാണ് തൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ഫോറൻസിക് റിപ്പോർട്ടുകൾ പ്രകാരം വൈദികന്റെ മുഖത്ത് മുറിവുകളും കഴുത്തിൽ ആരോ ഞെരിച്ച പാടുകളുമുണ്ട്. വൈദികന്റെ സ്യൂട്ട് കേസും മറ്റു സാധന സാമഗ്രികളും കാണാതായതിനാൽ തന്നെ ഇതൊരു മോഷണ ശ്രമമാണെന്ന് സ്പാനിഷ് പോലീസ് പറഞ്ഞു. അക്രമികളിൽ ഒരാൾ 2 ബാഗുകളുമായി അപ്പാർട്ട്മെന്റിൽ നിന്നും ഇറങ്ങുന്നത് CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഒരു മൊറോക്കൻ പൗരനെ പോലീസ് അറസ്റ്റ് ചെയ്തെങ്കിലും 2 പ്രതികൾ ഒളിവിലാണ്. ബോസ്റ്റൺ ആസ്ഥാനമായുള്ള ഫാദർ റിച്ചാർഡ് ബോസ്റ്റൺ കോളേജിലും ആൻഡോവറിലെ ഫിലിപ്പ് അക്കാദമിയിലും ചരിത്രവും ദൈവശാസ്ത്രവും പഠിപ്പിക്കുകയായിരുന്നു. 1976 അദ്ദേഹം പൗരോഹിത്യം സ്വീകരിച്ചത്. ബോസ്റ്റൺ കോളേജ് തങ്ങളുടെ അധ്യാപകന്റെ വിയോഗത്തിൽ അനുശോചനക്കുറിപ്പും പുറത്തിറക്കി. ഞങ്ങളിൽ നിന്നും വേർപിരിഞ്ഞു പോയ ഫാദർ റിച്ചാർഡിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുവെന്നും തൻ്റെ ശുശ്രൂഷയും സൗഹൃദവും കൊണ്ട് അനേകരെ വിശദീകരിച്ച ഒരാളായിരുന്നു ഫാദർ റിച്ചാർഡ് ഗ്രോസ് എന്നും അനുശോചനക്കുറിപ്പിൽ പറയുന്നു. ഊർജിതമായ അന്വേഷണം നടത്തി ശേഷിക്കുന്ന പ്രതികളെ എത്രയും വേഗം പിടികൂടാനുള്ള നീക്കത്തിൽ തന്നെയാണ് സ്പാനിഷ് പോലീസ്.